ഹായ്, ദിസ് ഈസ് രജിത ഫ്രം സൈറോ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ കറന്റ് +2 ബയോളജി സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന് മെഡിക്കൽ ഫീൽഡ് ഓപ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് MBBS ആയിരിക്കും. എന്നാൽ MBBS എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അഡ്മിഷൻ കിട്ടുക, ഇന്ത്യക്ക് അകത്ത് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള, അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം. എങ്കിലും അത്രയും റിസ്ക് എടുത്ത് അത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന് ഓഫ് കോഴ്സ് ഇന്ത്യയിൽ തന്നെ അഡ്മിഷൻ നേടാവുന്നതുമാണ്, ഒത്തിരിയേറെ സ്റ്റുഡൻസ് പഠിക്കുന്നതുമാണല്ലേ. സോ ഇന്ത്യയിൽ MBBSന് അഡ്മിഷൻ കിട്ടാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങോട്ടുള്ള അലോട്ട്മെന്റ്സ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്, സീറ്റ് ഏതെല്ലാം കമ്മീഷനാണ് അലോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് എപ്പോഴും ഉള്ള ഡൗട്ട്സ് ആണ്. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. MBBS ഇൻ ഇന്ത്യ എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും സെയിം കമ്മിറ്റി ത്രൂ തന്നെയാണോ കൗൺസിലിംഗ് നടക്കുന്നത്, ഇനി സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണോ, ത്രൂ എങ്ങനെയാണ് നടക്കുന്നതെന്നല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നീറ്റിന്റെ ബേസിലാണ് കംപ്ലീറ്റ്ലി ഇന്ത്യക്കകത്ത് MBBSനായിട്ടുള്ള കൗൺസിലിംഗ് നടക്കുന്നത്. അതായത് നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും, ഇന്ത്യയുടെ കാര്യം നോക്കുന്ന സമയത്ത് എല്ലാ സ്റ്റേറ്റിലും സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് MBBSന് വേണ്ടി അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള ആണ് കൗൺസിലിംഗ് MBBSന് വേണ്ടി നടത്തുന്നത്. ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അണ്ടർ നീറ്റിന്റെ ബേസിൽ മാത്രമായിരിക്കും നടത്തുന്നത്. അതായത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 25,000 രൂപ മുതൽ ട്യൂഷൻ ഫീസ് അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപ മുതൽ ട്യൂഷൻ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും അതത് സ്റ്റേറ്റിന്റെ കൗൺസിലിംഗും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കറന്റ് നടക്കുന്നുണ്ട്. റിസർവേഷൻ കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് SC ST ആൻഡ് OEC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് നീറ്റിന്റെ ബേസിൽ തന്നെ ട്യൂഷൻ ഫീസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കേരളത്തിനകത്ത് പഠിക്കാനായിട്ടും പറ്റും കേട്ടോ. അവർക്ക് ട്യൂഷൻ ഫീസിന്റെ ആവശ്യമില്ല. അതായത് 0 ട്യൂഷൻ ഫീസിലെ സ്റ്റുഡൻസിന് MBBS കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും. വേറെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം. ട്യൂഷൻ ഫീസ് 0 ആയിരിക്കും. ദെൻ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ളതും ദെൻ എല്ലാ സീറ്റുകളിലേക്കുള്ളതും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ നടക്കുന്നത് MCC ത്രൂ ആണ്. MCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ത്രൂ ആണ് ഇന്ത്യക്കകത്ത് ഓൾ ഓവർ ദ യൂണിവേഴ്സിറ്റീസിൽ കൗൺസിലിംഗ് നടത്തുന്നത്. ഇനി എയിംസ്, ജിഗ്മർ പോലുള്ള സെൻട്രലൈസ്ഡ് സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷൻസ് കൗൺസിലിംഗ് നടത്തുന്നത് MCC വഴി തന്നെയാണ്. പിന്നെ ഡ്യൂറേഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 4.5 ഇയർ ആണ് ഇന്ത്യക്കകത്ത് MBBSനായിട്ടുള്ള കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള കൗൺസിലിംഗ് ഡീറ്റെയിൽസ് ഇന്ത്യക്കകത്ത് MBBS എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് വേണ്ടത്. എനിക്കറിയാം നമ്മുടെ സ്റ്റുഡൻസിന് ഇത് റിലേറ്റ് ചെയ്ത് ഒത്തിരിയേറെ ഡൗട്ട്സ് ഉണ്ടാകും എന്നുള്ള കാര്യം ഓഫ്കോഴ്സ് എനിക്കറിയാം. ബിക്കോസ് നീറ്റ് 1 ടൈം മാത്രം അറ്റൻഡ് ചെയ്തവരായിരിക്കില്ല നമ്മുടെ സ്റ്റുഡൻസ് ഇന്ത്യയിൽ അഡ്മിഷൻ നോക്കുന്നത്. സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യുന്നവരും തേർഡ് റിപ്പീറ്റ് ചെയ്യുന്നവരും ഒത്തിരി സ്റ്റുഡൻസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാം. ബിക്കോസ് കുറെ അധികം എൻക്വയറീസ് വരുന്ന ഒരു കാര്യമാണല്ലോ MBBS ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. സോ MBBS ഇൻ ഇന്ത്യ അഡ്മിഷൻ നോക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ ഇനി എബ്രോഡ് നോക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഒരു ഫ്രീ കൗൺസിലിംഗ് ലഭിക്കുന്നതാണ്. സോ ഹറി അപ്പ്.